നമസ്കാരം, സൂപ്പർ നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്രട്ടറി അസിസ്റ്റന്റ് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസം PSC പുറത്തുവിടുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ പലരും ഞെട്ടി. അതായത് പരീക്ഷ എഴുതുവാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞോ? എന്താണ് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സംഗതി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ പരീക്ഷ എഴുതുവാനായിട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? എന്താണ് അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ നമുക്ക് പരിശോധിക്കാം. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണം 4,57,900 ആയിരുന്നു. ഓക്കെ, 4,57,900 പേരാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. സാധാരണ വരുന്നത് പോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെയുള്ള ഡിഗ്രി ലെവൽ ഫിസിക്കൽ ഇല്ലാത്ത പോസ്റ്റുകൾക്ക് വരുന്ന ഒരു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് തന്നെയാണ് 4 ലക്ഷം 5 ലക്ഷം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരിക. ഇപ്രാവശ്യം 4,57,000 പേർ, 4.5 ലക്ഷത്തിലധികം പേർ എന്ത് ചെയ്തു? ആപ്ലിക്കേഷൻ കൊടുത്തു. കഴിഞ്ഞ ദിവസം PSC മെയ് മാസത്തെ കറക്റ്റഡ് ആയിട്ടുള്ള, അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള ഒരു കലണ്ടർ വിടുകയുണ്ടായി. ആ കലണ്ടറിൽ കിടക്കുന്നത് കൺഫർമേഷൻ നൽകിയവർ 3,94,615 പേരെന്നാണ്. അതായത് 4,50,000 പേർ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ പരീക്ഷ എഴുതാമെന്ന് കൺഫർമേഷൻ നൽകിയിട്ടുള്ളവർ, പരീക്ഷ എഴുതിക്കോളാമെന്ന് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം 3,94,615 പേര് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 63,285 പേരുടെ കുറവ് ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുത്തവർ എത്ര പേരേ ഉള്ളൂ? ആ 63,285 പേര് കുറഞ്ഞ് 3,94,000, 4 ലക്ഷത്തിന് അടുത്ത് മാത്രമേ ഉള്ളൂ. ഈ 63,285 എന്ന് പറയുന്ന നമ്പർ ഒരു ഭീകരമായ നമ്പറാണ്. കാരണം ഇത്രമേൽ എന്ത് ചെയ്തിട്ടില്ല, സാധാരണഗതിയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇവിടെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയിട്ടില്ല. അപ്പൊ ഇവിടെ പരീക്ഷ ഇനിയും എഴുതാനുള്ളവർക്ക് ഒരു സാധ്യത കൂടുകയാണ്. നിങ്ങൾ ഓർത്തോണം, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഒരു വളരെ പരീക്ഷ എഴുതാൻ പോകുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും നമുക്കറിയാം, ഇപ്പൊ 4,70,000 പേരാണെങ്കിലും ഈ ഒരു മെയിൻസ് പരീക്ഷയിലേക്ക് എത്തുന്ന, അതായത് പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്ത് മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് യോഗ്യരാകുന്നത് ഒരു പക്ഷേ ഒരു 30,000 പേരിൽ താഴെ, അല്ലെങ്കിൽ 30,000 പേര് അതിനോട് അടുത്തായിരിക്കും. 30,000 40,000 പേരിൽ താഴെയായിരിക്കും. എന്ന് പറഞ്ഞാൽ 4,57,000 പേരുണ്ടെങ്കിലും അതിൽ 40,000 പേരെടുത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി യോഗ്യരാകുന്നുള്ളൂ. അതായത് ഇപ്പം 3,94,615 പേരാണ്. എന്നാൽ അതിൽ ഏകദേശം ഒരു 40,000 പേരോളം എന്ത് ചെയ്യുന്നു? പ്രിലിംസ് പരീക്ഷ പാസ്സായ മെയിൻസ് പരീക്ഷയിലേക്ക് എത്തും. അപ്പം കോമ്പറ്റീഷൻ കിടക്കുന്നത്, അതായത് പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്ന കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് ഏതാണ്ട് ഒരു 40,000 പേരിലേക്കാണ്. അപ്പൊ ഈ 40,000 പേരിലേക്ക് എത്താനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതിലൊരു 60,000-ലധികം പേരുടെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്കിപ്പം കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ എന്ത് ചെയ്യാൻ പറ്റും? പ്രിലിംസ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൽ തന്നെ മെയിൻസിലേക്ക് എത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നവരുടെ എണ്ണം വീണ്ടും കുറയുകയാണ്. അപ്പൊ കോമ്പറ്റീഷൻ ആക്ച്വലി ഒരു 10,000 പേരിലേക്ക് എന്ത് ചെയ്യുന്നു? അവസാനം ചുരുങ്ങുന്നു. ഒരു 10,000 പേർക്കിടയിലൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ച് റാങ്ക് അടിക്കാനായിട്ടുള്ള ഒരു പഠനം നടക്കുക. ഇവിടെ ഒരു നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 63,000 പേരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇനിയും പരീക്ഷ എഴുതുമ്പോൾ, അതായത് ആക്ച്വലി മെയ് 24 തൊട്ട് നടക്കുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എഴുതുമ്പോൾ ഈ നമ്പർ, അതായത് ഈ 3,94,000 എന്നുള്ളത് വീണ്ടും കുറയും. ആക്ച്വലി അപ്പോൾ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം എന്ത് ചെയ്യും? വീണ്ടും കുറയും. അതപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളെങ്കിലും എന്ത് ചെയ്യും? ഇനിയും ആളുകളുടെ എണ്ണം കുറയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും ഒരു അവസരമുണ്ട്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, ആപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അതായത് കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ, നിങ്ങൾ കൃത്യമായിട്ട് സമയം വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിലിംസിന് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. ഇനിയുള്ള ദിവസങ്ങൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. അതായത് മെയ് മാസം 24-ാം തീയതിയാണ് എക്സാം നടക്കുക. അപ്പൊ അതുവരെ നിങ്ങൾ കൃത്യമായിട്ട്, ഞാൻ അതിന്റെ സ്ട്രാറ്റജി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ തൊഴിൽ വീതിക്ക്, അതായത് ഈ ആഴ്ചത്തെ തൊഴിൽ വീതിയിൽ വന്നൊരു വാർത്തയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ്, അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് തസ്തിക മാറ്റം ഉൾപ്പെടെ 3,99,000 പേരാണ് പരീക്ഷ എഴുതാനെന്ന് കൊടുത്തിട്ടുണ്ട്. 63,678 പേരുടെ അപേക്ഷ അസാധുവായിട്ടുണ്ട്.
സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എഴുതുവാനായിട്ട് ഇത്തവണ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും 3,99,217 എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയാണ് ഓപ്പൺ കാറ്റഗറിയിലും അല്ലാതെ തസ്തിക മാറ്റത്തിലൂടെയും ഉള്ളത് ചേർത്തിട്ടാണ് 63,678 പേരുടെ എണ്ണം അസാധുവായിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4,57,900 പേരാണ് അപേക്ഷ നൽകിയത് നേരിട്ടുള്ള നിയമനം. 3,94,615 പേരാണ് കൺഫർമേഷൻ നൽകിയത്. 63,285 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറഞ്ഞിട്ടുണ്ട്, തസ്തിക മാറ്റ മുഖേനയും കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ഡിഗ്രി പ്രിലിംസിൽ നടക്കുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം മാത്രമല്ല, അതിനോട് എന്തുമുണ്ട്, സബ് ഇൻസ്പെക്ടർ പരീക്ഷയുമുണ്ട്. സബ് ഇൻസ്പെക്ടർ പരീക്ഷയാണ് എങ്കിൽ അവിടെ ആംഡ് സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഈ പരീക്ഷയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, ഇതിനോടൊപ്പം നടക്കുന്ന ഡിഗ്രി പ്രിലിംസിലുള്ള മറ്റ് പരീക്ഷകളുടെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലും കുറവുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ള സമയം വിനിയോഗിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒന്ന് നോക്കിയേ, എല്ലാ തസ്തികകളിലുമായി ആദ്യഘട്ടത്തിൽ 2,25,369 പേരാണ് പരീക്ഷ എഴുതുക. കൺഫർമേഷൻ നൽകിയവർക്ക് മെയ് 9 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുമെന്ന് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ 2,25,000 പേര് ഫസ്റ്റ് ഫേസ് എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, 2 ഫേസിലായിട്ട് മാത്രം. കാരണം ഈ 2,25,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ, പിന്നെ കുറച്ച് പേരൂടെ ഉള്ളൂ അല്ലെ, കുറച്ച് ആളുകൾ കൂടിയേ വരുന്നുള്ളൂ. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഈ പറയുന്ന 2 ഘട്ടമായി 3 ഘട്ടം ആവാനാണ് സാധ്യത, എങ്കിലും ഒരു അസംഷൻ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ പഠനത്തെ ഇനിയും കോർഡിനേറ്റ് ചെയ്യണം. അതിനുള്ള സമയം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെയാണ് വരിക. മെയ് മാസം 24-ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ ഇപ്പോഴേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാർച്ച് മാസത്തിൽ 16-ാം തീയതിയാണ് അല്ലേ, മാർച്ച് മാസത്തിൽ 16-ാം തീയതി അല്ലെ, 16-17-ാം തീയതിയാണ്. അപ്പൊ ഇത് മുതൽ മെയ് മാസം 24-ാം തീയതി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏപ്രിൽ മാസം വരുന്നുണ്ട്, ഏപ്രിൽ 17, ദെൻ മെയ് 17, അപ്പോഴത്തേക്ക് എത്ര ദിവസമാകും, 60 ദിവസങ്ങളാകും. പിന്നെ മെയ് 24-ാം തീയതിയാണ്. അപ്പോൾ 17, 24 ഒരു 7 ദിവസം കൂടി അവിടെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു 67 ദിവസമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഓക്കെ, അതൊരു 60 ദിവസമായിട്ട് നമുക്കൊന്ന് ഒന്ന് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ മുൻപിൽ ഇനി 2 മാസം സമയമുണ്ട്. ആ 2 മാസത്തെ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഡിഗ്രി പ്രിലിമിനറി എക്സാം പാസ്സായി മെയിൻസിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ഇനിയും സിലബസ് മുഴുവൻ വാരി വലിച്ച്, അതായത് പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ സിലബസ് മുഴുവൻ വാരി വലിച്ച് പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണോ പിന്നോക്കം പോയിരിക്കുന്നത് ആ മേഖലയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ഭാഗങ്ങൾ എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ ഒരു ക്രാഷ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പർ നോട്ട്സിലെ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ക്രാഷ് ബാച്ച് നിലവിലെ റണ്ണിങ് ആണ്. അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, വേണ്ട ടോപ്പിക്സ്, അതായത് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേണ്ട ടോപ്പിക്സ് മാത്രം എന്ത് ചെയ്യുന്നു, എടുത്ത് നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് കവർ ആയതിനു ശേഷം അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാമുകൾ, അതായത് ചാപ്റ്റർ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്സ്കിൽ ചെയ്യാനായിട്ട് കഴിയും, നിങ്ങളുടെ ആ ഒരു നിലവാരം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പം കൃത്യമായിട്ട് വേണ്ടത് മാത്രം പഠിക്കുന്നത് കൊണ്ട് തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഈ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് മെയിൻസിനും അതേപോലെ തന്നെ ഇന്റർവ്യൂവിനുമുള്ള ഗൈഡൻസ് കിട്ടും. മെയിൻസ് ആകുമ്പോഴത്തേക്കും മുഴുവൻ സിലബസിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് കയറാം. വേറെ ഫീസ് ഒന്നും കൊടുക്കണ്ട, വേറെ 1 രൂപ പോലും നിങ്ങൾ കൊടുക്കണ്ട. ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷ് ബാച്ചും അതിനോടൊപ്പം തന്നെ, അതായത് ഡിഗ്രി പ്രിലിംസിന് വേണ്ട ടോപ്പിക്സ് മാത്രം നിങ്ങൾക്ക് കിട്ടും. മെയിൻസിലേക്ക് എത്തുമ്പോൾ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് ഇതേ ഫീസിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് സൂപ്പർ നോട്ട്സിന്റെ ഒരു ഉറപ്പാണ്. അപ്പം മറ്റെവിടെയും കിട്ടാത്തതുപോലെ ഒരു ക്രാഷ് ബാച്ച് പ്രിലിംസിന് വേണ്ടി കിട്ടുകയാണ്. അപ്പൊ ഒന്നേന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ചു വരാനായിട്ട്, കുറച്ച് ടോപ്പിക്സ് പഠിച്ച് കൂടുതൽ മാർക്ക് നേടി പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് അവിടെ ഉറപ്പാണ്. അപ്പൊ എന്താണ്, 350+ അവേഴ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളുണ്ട്. അത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന്റെ ലൈവ് സെഷൻസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. UPSC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണും. കൃത്യമായിട്ടുള്ളൊരു മെന്റർഷിപ്പ് കാണും. ഡെയിലി വീക്ക്ലി ഒക്കെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ദെൻ അതേപോലെ പ്രിന്റബിൾ PDFകൾ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കൃത്യമായിട്ടുള്ള അമൽ സാർ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് മന്ത്ര 2.0 ബാച്ച് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരാൻ കഴിയും. ടെലഗ്രാം ചാനലിൽ 50 ദിവസം 50 ടോപ്പിക്കുകൾ, ഓക്കെ, 50 ദിവസം
50 ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ കൃത്യമായി ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതായത് പ്രയോറിറ്റി അനുസരിച്ച് പഠിക്കേണ്ട GK സബ്ജക്റ്റിൽ നിന്നുള്ള 50 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ കൃത്യമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഹൈ എൻഡിലുള്ള, അതായത് UPSC നിലവാരത്തിലുള്ള നോട്ട്, അടിപൊളി നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടുന്നുണ്ട്. ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ദെൻ ടെലഗ്രാമിൽ നിങ്ങൾക്ക് അതിന്റെ ഇംഗ്ലീഷ് നോട്ടുകൾ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരാം. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ, അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ദെൻ സൂപ്പർ നോട്ട്സ് എന്ന് ടെലഗ്രാമിൽ കയറി ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അവിടേക്ക് വരാൻ പറ്റും. അപ്പൊ ഈ ഒരു 50 ടോപ്പിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് GKയിലെ ഒരു മാർക്ക്, പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ ആകുമ്പോഴത്തേക്ക് സുഖമായിട്ട് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യും. അപ്പൊ ടെലഗ്രാം ചാനലിലുള്ള ഈ നോട്ട്സ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടി നിങ്ങളെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് മന്ത്ര 2.0 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വിളിച്ചാലായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. 6238208854 എന്ന നമ്പറിലേക്കോ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക്, ഈ നമ്പറിൽ ഏത് നമ്പറിലേക്ക് വിളിച്ചാലും, ഈ 2 നമ്പറിൽ ഏത് നമ്പറിലേക്ക് വിളിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അവർ നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഇനി സമയം കളയാനായിട്ടില്ല, എത്രയും വേഗം ബാച്ചിലേക്ക് വരിക. നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്.